KSRTC DA നിഷേധത്തിനെതിരെ KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളുമാണ് മാർച്ചിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗത്തിന് പൂർണ്ണമായും DA നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ ശമ്പളത്തിന് പോലും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, ശമ്പളം ഉൾപ്പെടെ DA എന്ന് പറയുന്നത് ഒരു പ്രതിമാസം 10,000 രൂപ മിനിമം ഒരു തൊഴിലാളിക്ക് നഷ്ടമാണ്. ഒരു മാസം നമുക്ക് 1,20,000 രൂപ നഷ്ടമാണ്. ഇത്രയേറെ 10,22,000 തൊഴിലാളികൾ ഇത്രയും ഭീമമായ തുക സർക്കാർ ഇവിടെ അധ്വാനിക്കുന്ന വേർപ്പെന്ന് പറ്റി ശമ്പളം മറ്റുള്ള ദൂരത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അതുകൊണ്ട് DA അനിവാര്യമാണ്. DA ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് BMS പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. KSRTC ജീവനക്കാരുടെ DA നിഷേധത്തിനെതിരെ KSRTC എംപ്ലോയീസ് സംഘം നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ജീവനക്കാരും കുടുംബാംഗങ്ങളും KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ മാർച്ചിൽ പങ്കെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിച്ചു. KSRTC-കാരനെ സംബന്ധിച്ചിടത്തോളം KSRTC-കാരൻ്റെ പഞ്ഞകാലം പോയി എന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. KSRTC ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരനെന്നിരിക്കെ സർക്കാർ ജീവനക്കാരന് കിട്ടുന്നതിൻ്റെ പകുതി ശമ്പളമാണ് KSRTC-കാരൻ വാങ്ങുന്നത്. KSRTC ജീവനക്കാരൻ 0% ക്ഷാമബത്തയിലാണ് ഇന്ന് KSRTC-യിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കൂടാതെ KSRTC-യിലെ NBS ജീവനക്കാർ അവൻ്റെ പെൻഷൻ എങ്ങനെ ഏത് തരത്തിൽ അവൻ്റെ പെൻഷൻ തീരുമാനമാകുമെന്നറിയില്ല. വിലക്കയറ്റം നേരിടാൻ വേണ്ടിയാണ് കാലാകാലങ്ങളിൽ സർക്കാർ DA പ്രഖ്യാപിക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സംസ്ഥാനത്ത് ജീവനക്കാരെ 2 തട്ടിലാക്കി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗത്തിന് പൂർണ്ണമായും DA നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. DA ലഭിക്കണം, ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ, ഇല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ, ഇല്ലെങ്കിൽ KN ബാലഗോപാലിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ അഹന്ത നിറഞ്ഞ മറുപടി. 1% DA പോലും KSRTC-യിലെ ജീവനക്കാർക്ക് നൽകില്ല എന്ന അഹന്ത നിറഞ്ഞ മറുപടിക്ക് ബദലായി ഈ സ്ഥാപനത്തിൽ DA വാങ്ങിച്ചെടുക്കുമെന്ന് നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ KSRTC-യെ പഴയതുപോലെ ഡിപ്പാർട്ട്മെന്റാക്കി സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും നയാ പൈസ DA ഇല്ലാത്ത തങ്ങൾക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജീവനക്കാരും കുടുംബാംഗങ്ങളും മാർച്ചിൽ അണിനിരന്നത്. ജനം, തിരുവനന്തപുരം.